ഹലോ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ സൗണ്ട് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലായിട്ടുള്ള സൗണ്ട് വേവ്സ്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക വെച്ചാൽ ഇതിലെ മെയിൻ കൺസെപ്റ്റുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും. കംപ്ലീറ്റ് ആ ടെക്സ്റ്റ് വിശദീകരിക്കലല്ല, മെയിനായിട്ട് നമുക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്സുകൾ മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ സൗണ്ട് വേവ്സ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് എന്താണ് ഓസിലേഷൻ എന്നുള്ളത്. മിക്കവർക്കും അറിയായിരിക്കും എന്താണ് ഓസിലേഷൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഊഞ്ഞാൽ ആടുക എന്ന് വിചാരിക്കുക. ആ കുട്ടി ആദ്യം ഒരു റെസ്റ്റിംഗ് പൊസിഷനിലാണ്, അതാണ് ഇക്വിലിബ്രിയം. ആ ഒരു നിർത്തിയിട്ട ആ ഒരു പൊസിഷനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടി ആടുന്നു, മുന്നോട്ടും പിന്നോട്ടും ആടുന്നു എന്ന് കരുതുക. അപ്പോൾ മുന്നോട്ടും പിന്നോട്ടും കൂട്ടി നമുക്ക് 2 തവണ ആടി എന്ന് പറയാനായിട്ട് കഴിയില്ല. കറക്റ്റ് ഓസിലേഷൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മുന്നോട്ടും പോയി പിന്നോട്ടും പോയി പിന്നീട് ആ നിർത്തിയിട്ട് ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടല്ലോ അവിടേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഓസിലേഷൻ എണ്ണുന്ന കൗണ്ട് ആ രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത്. അതാണ് കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന മുന്നോട്ട് പോയി, ബിയിൽ പിന്നോട്ട് ബി എന്ന പോയിന്റിലേക്ക് എത്തി, പിന്നെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് നമുക്ക് 0 അല്ലെങ്കിൽ O എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്സാണ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, പീരിയഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നുള്ളത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സൈഡിലേക്ക് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് ആടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ പോയതിൻ്റെ അളവാണ് ശരിക്കും പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അത് മുന്നോട്ടായിക്കോട്ടെ പിന്നോട്ടായിക്കോട്ടെ. ഇപ്പോൾ ഊഞ്ഞാലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മുന്നോട്ട് കുട്ടി ആടുമ്പോൾ ഉണ്ടായ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു മാഗ്നിറ്റ്യൂഡാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മീറ്ററാണ്.